കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് PM മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായ ജില്ലാ സെക്രട്ടറി CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ അംഗം കൂടിയായ P നിഖിലിന്റെ ഉൾപ്പെടെ വീടിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും എല്ലാം പരിശോധന നടത്തിയത്. ഇതേ തുടർന്നാണ് അണികളിലേക്ക് ചെറിയൊരു ആശയക്കുഴപ്പങ്ങളെല്ലാം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM ഇപ്പോൾ ഒരു വിശദീകരണ യോഗം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറിയായിട്ട് യോഗം ചേർന്നിരുന്നു. ഈ ഒരു യോഗത്തിൽ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയും നടന്നിരുന്നു. ഇതേ തുടർന്നാണ് കോഴിക്കോട് മുതലക്കുളത്ത് ഇന്ന് 5 മണിയോടുകൂടി തന്നെ വിശദീകരണ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അണികളുടെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുക എന്ന ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് അതുപോലെ തന്നെ ഗോവിന്ദ മാസ്റ്ററാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അടക്കം പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണ്, തങ്ങൾക്കോ അല്ലെങ്കിൽ മകൾക്കോ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും അറിയില്ല, ഞങ്ങൾ ഈ ഒരു ഇടപാട് നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പിണറായി വിജയൻ അടക്കം പറയുന്നത്. CPM ഇത്തരത്തിലൊരു ഈ ഒരു കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ് CPM ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലേക്കർ ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പന്തീരങ്കാവ് ഒരു സ്ഥാപനം, അതായത് അടഞ്ഞു കിടക്കുന്ന രീതിയിൽ അവരുടെ ഒരു ഓഫീസ് കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും ഒന്നും വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു കമ്പനിക്ക് കൂടുതൽ അതിൻ്റെ അക്കൗണ്ടുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വീണയാണെന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PM മുഹമ്മദ് റിയാസിൻ്റെ രേഖകൾ നൽകിയിരുന്നു. എത്ര സ്വത്തുവകകളുണ്ട് എന്നടക്കമുള്ള രേഖകൾ നൽകിയിരുന്നു. ഈ രേഖകളിലടക്കം ഈ ലേക്കർ ഇന്ത്യ കമ്പനിയുടെ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഏതായാലും ഈ വിശദീകരണ യോഗം 5 മണിയോടുകൂടി തന്നെ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അശ്വതി, ശരി. ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിശദീകരണത്തിന് ഒരുങ്ങുകയാണ് CPM. വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇങ്ങനെയാകും പാർട്ടി മാസപ്പടി വിഷയത്തെ പ്രതിരോധിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ലക്ഷ്മിപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്.